ഇതാണ് എൻ്റെ കൂട്ടുകാരി ശ്രീദേവി. ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് ന്യൂയോർക്കിലേക്ക് ഞാൻ ഇത്ര തിരക്ക് പിടിച്ച് വന്നത്. പിന്നെ 3 വർഷം മുന്നേ ന്യൂയോർക്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയ സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടെ ഒന്ന് പോകണം. ഇതൊക്കെയായിരുന്നു ഈ കൊച്ചു ന്യൂയോർക്ക് ട്രിപ്പിന്റെ പ്ലാൻ. അപ്പോഴേ വെൽക്കം ടു ബിയാദി എക്സ്പ്ലോറർ. വിർജീനിയ ട്രിപ്പിന്റെ ക്ഷീണം മാറ്റാൻ ബദരിയാക്ക എനിക്ക് നല്ല ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ വെച്ച് തന്നു. അതൊക്കെ കഴിപ്പിച്ചിട്ടാണ് എന്നെ ന്യൂയോർക്കിലേക്ക് യാത്രയാക്കിയത്. എൻ്റെ ഫാമിലി വാഷിംഗ്ടൺ DC-യിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. DC-യിലെ മെയിൻ സ്റ്റേഷനായിട്ടുള്ള യൂണിയൻ സ്റ്റേഷനിൽ നിന്നാണ് ഞാനെൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ ട്രെയിനിലായിരുന്നു ന്യൂയോർക്കിലേക്ക് പോയത്. ഏകദേശം 3 hours ആണ് ജേണി വരുന്നത്. ആംട്രാക്ക് എന്ന് പറഞ്ഞ ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ ബോർഡിംഗ് ഏരിയയൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. കാരണം സ്ക്രീനിൽ ഓരോ ട്രെയിൻ ഏത് ഗേറ്റിലാണ് വന്ന് കിടക്കുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി വരിക. നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഷോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രെയിനിൽ കയറാം. എല്ലാ പ്രോസസ്സിങ്ങും വളരെ എളുപ്പമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 3 മണിക്കൂർ യാത്രയിൽ തന്നെ ഞാൻ ന്യൂജേഴ്സിയിലെ നെവാർക്കിലെത്തി. അവിടുത്തെ പെൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലായിരുന്നു എനിക്ക് ഇറങ്ങേണ്ടത്. ചൂടത്ത് നീ എന്താ ഇങ്ങനെ വന്നേക്കുന്നേ? ഇടി പുറത്ത് തണുപ്പാണ്. ഇവിടെയോ? അവിടെ ചൂട് കൊണ്ടിരിക്കാൻ വിശേഷം. തമ്മിൽ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ ജേണൽ സ്ക്വയർ എത്തി. അവളുടെ വീട്ടിലേക്ക് പോകാൻ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു 15 minutes നടക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഒരു മണം വന്നു. അത് ജോലിബി റെസ്റ്റോറൻറ്റിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ മണമായിരുന്നു. എന്തായാലും കൺട്രോൾ കിട്ടാത്തതുകൊണ്ട് അതും പോയി വാങ്ങിയിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കൊച്ചു റോബോട്ടിനെ കണ്ടു. അവിടെയൊക്കെ ഇപ്പോഴേ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഇങ്ങനത്തെ റോബോട്ടാണെന്ന് അവൾ പറഞ്ഞു. 2 ദിവസം നീ എനിക്ക് 3 നേരം വെച്ച് ദോശ തരും. അങ്ങനെ ഓൺ ദ വേയിൽ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ദോശയുടെ മാവൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ വീണ്ടും കാല് കുത്തിയിരിക്കുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി നോക്കാം, ഇനി ഒരു സൂപ്പും കൂടെ കാണണം. അങ്ങനെ വന്ന ഉടനെ തന്നെ ബദരിയാക്ക അവൾക്ക് വേണ്ടി തന്നുവിട്ട് പൊതിച്ചോറ് ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ എൻ്റെ ജോലിബിയും അൺബോക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പാവം എന്തിനും കൂടെ പറഞ്ഞോളൂ, പൊതിച്ചോറ് എനിക്ക് കിട്ടുന്നില്ല കഴിക്കാനായിട്ട്. കൊറേ നാളെ അതിന് കഴിച്ചിട്ടോ. ശരിയാണ്, അതിന് അരിയുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും കൂടെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കും. വെഡിങ് ഗിഫ്റ്റ്. This is your wedding gift. ഞാൻ 3 വർഷം മുന്നേ പോയതിനേക്കാൾ മാറ്റം ഉണ്ടല്ലോ. അതെ, ഒരു കല്യാണം കഴിച്ചു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.